മാനനഷ്ട കേസിൽ വാദം കേൾക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി UP സുൽത്താൻപൂർ കോടതിയിൽ ഹാജരായി. കേസിൽ തെളിവുകൾ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. 2018 BJP അധ്യക്ഷനായിരുന്ന അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളിലാണ് കേസ്. വിനീത വിജയ് വിവരങ്ങളുമായി. വിനീത, ഏതാണ്ട് 6 വർഷം മുൻപ് ഉണ്ടായിട്ടുള്ളൊരു കേസാണ്. ഇന്നിപ്പോൾ അതിൽ എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട്? അനുജ, ഈ കേസിന്റെ വാദം കേൾക്കുന്നതിനായി ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധി UPയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അല്പസമയം മുൻപാണ് ഈ കേസിന്റെ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ ഇന്ന് കോടതിയിൽ നടന്നിരുന്നത്. 2018 അനുജ സൂചിപ്പിച്ചതുപോലെ അന്ന് ഈ BJPയുടെ അധ്യക്ഷനായിരുന്ന അമിത്ഷായ്ക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളാണ് ഈ കേസിന് ആസ്പദം. തുടർന്ന് ഒരു പ്രാദേശിക നേതാവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഈ കേസുമായി മുന്നോട്ട് പോയത്. ഈ കേസിന്റെ ഹിയറിംഗ് ആണ് ഇന്ന് കോടതിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. സുൽത്താൻപൂർ കോടതിയിലായിരുന്നു ആ ഹിയറിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാദം. ഒപ്പം തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ കേസെന്നും തന്റെ പ്രതിച്ഛായ അത് ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമമാണ് കേസിന് പിന്നിലെന്നും രാഹുൽ ഗാന്ധി കോടതിയെ അറിയിച്ചതായി പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കേസിൽ കൂടുതൽ തെളിവുകളുണ്ട് എങ്കിൽ അത് ഹാജരാക്കാനാണ് ഈ ഘട്ടത്തിൽ സുൽത്താൻപൂർ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസ് പിന്നീട് പരിഗണിക്കുന്നതിനായി വീണ്ടും മാറ്റിവെച്ചു. അനുജ. ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്.